ഹലോ, എല്ലാവർക്കും നമസ്കാരം. അന്വേഷി യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡൽഹി ജുമാ മസ്ജിദാണ് കറങ്ങിയത് അല്ലേ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പം ചാന്ദിനി ചൗക്കിലൂടെ ഇങ്ങനെ നടന്നു പോവാണ് നെക്സ്റ്റ് മെട്രോ പിടിക്കാൻ വേണ്ടിയിട്ട്. അടുത്തായി നമ്മളിനി എങ്ങോട്ടാണ് പോകുന്നത്? രാജ്ഘട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. എന്താണ് രാജ്ഘട്ട് എന്ന് എല്ലാവർക്കും അറിയാലോ. ഇന്ത്യയെ ലോകത്തിന് മുന്നിൽ അടയാളപ്പെടുത്തിയ വ്യക്തിയാണ് മഹാത്മാഗാന്ധിജി. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് രാജ്ഘട്ട് എന്ന് പറയുന്നത്. നല്ല പൊരി വെയിലാണ് കേട്ടോ. കറക്റ്റ് നട്ടുച്ച നേരത്താണ് ഞങ്ങൾ അവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ചുവട്ടിലിരിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ കണ്ടൊരു തണലിൽ ഞങ്ങളെല്ലാവരും ഫ്രണ്ട്സ് ഫാമിലി മൊത്തം എല്ലാവരും അവിടെ കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാണ്. ഇത് കഴിഞ്ഞൊരു 4 മണിയൊക്കെ ആകുമ്പോൾ ഇതിനുള്ളിലോട്ട് കയറാമെന്നാണ് വിചാരിക്കുന്നത്, രാജ്ഘട്ടിൻ്റെ ഉള്ളിലോട്ട്. നമ്മുടെ രാഷ്ട്രപതി മഹാത്മാഗാന്ധിയുടെ ശവസംസ്കാരം നടത്തിയിട്ടുള്ള സ്മാരകമാണ് രാജ്ഘട്ട് എന്ന് പറയപ്പെടുന്നത്. അദ്ദേഹം 1948 ജനുവരി 30-നാണല്ലോ മരിച്ചത്. 1948 ജനുവരി 31-നാണ് അദ്ദേഹത്തെ ഇവിടെ സംസ്കരിച്ചത്. യമുന നദിയുടെ തീരത്താണ് രാജ്ഘട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇതിന് ചുറ്റുണ്ടല്ലോ മനോഹരമായിട്ടുള്ള പൂന്തോട്ടങ്ങളും പുൽമൈതാനങ്ങളും ഉണ്ട്. എല്ലാ വെള്ളിയാഴ്ചകളും ഇവിടെ പ്രാർത്ഥനകൾ നടക്കാറുണ്ട്. മാത്രമല്ല ഗാന്ധിജിയുടെ ജനന മരണ ദിവസങ്ങളിൽ ഇവിടെ പ്രത്യേകം പ്രാർത്ഥനകൾ നടക്കാറുണ്ട്. ഇതിൻ്റെ വടക്കു ഭാഗത്തായിട്ടാണ് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിൻ്റെ സമാധി സ്ഥലം ശാന്തിവനം സ്ഥിതി ചെയ്യുന്നത്. മഹാത്മാഗാന്ധിയുടെ അവസാന വാക്കുകളായ ഹേ റാം ഇവിടെ കുത്തിവെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്മാരകത്തിനടുത്ത് ഒരു ദിയ കെടാതെ ഇങ്ങനെ കത്തിച്ചു വെച്ചിട്ടുണ്ട്. വളരെ ഭംഗിയുള്ള വളരെ വൃത്തിയുള്ള സ്ഥലമാണ് രാജ്ഘട്ട്. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ, ഗോഡ്സെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മതഭ്രാന്തൻ അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുകയാണ് ഉണ്ടായത് ഗാന്ധിജിനെ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.